നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു വേടൻ്റെ ശിവാരാധനയുടെ ഫലമാണ്. ഒരു വേടൻ അദ്ദേഹത്തിന് വേറെ ഒരു പ്രത്യേകിച്ച് ഇതൊന്നുമില്ലല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാം. അദ്ദേഹം ഇങ്ങനെ ഇത് നായാട്ടമൊക്കെ കഴിഞ്ഞ് പക്ഷികളെയൊക്കെ വെടിവെച്ച് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു അമ്പലം കണ്ടു. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണ ഒരു അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ ചൈതന്യമുള്ളൊരു ശിവലിംഗവും കണ്ടു. അപ്പം ഇവന് ശക്തിയും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന ഒരാളാണ്. വേഗം അദ്ദേഹം ആ ശിവലിംഗത്തിനെ ഇങ്ങെടുത്തു. എന്നിട്ട് അതും കൊണ്ടങ്ങ് നടന്നു, കുറേ നടന്നു. അപ്പം ഇദ്ദേഹത്തിന് വേടത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലണ്ടേ. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ശോഭയുള്ള നല്ല തേജസ്സുള്ള ഒരാൾ നേരെ വരുന്നത് കണ്ടു. വേഗം ഇദ്ദേഹം ആ കാട്ടുവഴിയിൽ നിന്ന് കുറച്ച് മാറി നിന്നു. എന്നിട്ട് താണ് തൊഴുതു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ ഉടനെ അദ്ദേഹം ഇങ്ങനെ തല ഉയർത്തി നോക്കി. എന്നിട്ട് കയ്യിലിരിക്കുന്ന ശിവലിംഗം കാണിച്ചു കൊടുത്തു. ഇത് ഞാൻ വഴിക്ക് പോകുന്ന വഴിക്ക് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ക്ഷേത്രത്തിൽ കണ്ടതാണ്. എനിക്കത് അവിടെ ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല, ഇങ്ങ് എടുത്തുകൊണ്ട് പോന്നു. ഈ നീചജാതിയായി എനിക്ക് ഇതിൻ്റെ പൂജാവിധാനങ്ങൾ എങ്ങനെയാണ് പൂജിക്കേണ്ടത് ഒന്നും എനിക്കറിയാൻ മേല. എന്താണ് നിവേദ്യമായിട്ട് കൊടുക്കേണ്ടത്, ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്തൊക്കെയോ കൊടുക്കുമെന്നൊക്കെ, എനിക്കൊന്നും പറഞ്ഞു തരാമോ, എന്താ ഞാൻ വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം, ഞാൻ പറഞ്ഞു തരാമല്ലോ. നീ ഒരു കാര്യം ചെയ്യണം. ആദ്യം തന്നെ ഒരു പാറയുടെ മുകളിൽ ഈ ശിവലിംഗം കൊണ്ടുവയ്ക്കണം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ലൊക്കെ തേച്ച് ദേഹമൊക്കെ ശുദ്ധിയാക്കിയിട്ട് നീ ഈ ശിവലിംഗത്തിൻ്റെ ദേഹവും ശിവലിംഗത്തിനും ഇത് ആറ്റിൽ നിന്ന് പുഴയിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ ശരിയാക്കണം. അതിനെ കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അതിന് ഭസ്മം ചാർത്തണം. ചുടല ഭസ്മം വേണം ഇദ്ദേഹത്തിനും കൊണ്ട്, ഈ ശിവനും കൊണ്ട് ചാർത്താനായിട്ട്. പിന്നെയോ നിവേദ്യം കൊടുക്കണം. എന്തെങ്കിലും ഭക്ഷണം നമ്മളൊക്കെ കഴിക്കുന്ന പോലെ കൊടുക്കണം. അത് കൊടുക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ അതിന് നവരനെല്ലോ അങ്ങനെ എന്തെങ്കിലും അരിയോ അങ്ങനെയൊക്കെ ഉള്ളത് ആണ് വേവിച്ച് കൊടുക്കണം. പിന്നെ അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ ഈ കാട്ടിലുള്ള ഫലപുഷ്പങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൊണ്ടുപോയി സമർപ്പിക്കണം. ഇത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശരി. ഇദ്ദേഹം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇതുപോലെയൊക്കെ ഇദ്ദേഹം പാഞ്ചാല രാജാവായിരുന്നു ഈ വന്നയാളെ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ വേടൻ എല്ലാം ചെയ്തു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം ഈ വേടനെ ഇവിടുന്ന് അരിയും ചോറും ഒക്കെ കൊണ്ടുവരാൻ പോകുന്നു, നെല്ലുമൊക്കെ ഇവിടുന്നാണ് കിട്ടണേ. അപ്പോൾ അവനെന്ത് ചെയ്തു, അവൻ്റെ ഭക്ഷണം മാംസമാണ്. അത് തന്നെ എന്നും നിവേദ്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു കാര്യം വന്നു, ഒരു പ്രശ്നം വന്നു. എന്താണെന്ന് ചോദിച്ചാൽ ചുടലഭസ്മം കിട്ടിയില്ല ഈ ശിവൻ്റെ ദേഹത്ത് പുരട്ടാനായിട്ട്. നെറ്റിയിലും പുരട്ടണം, അപ്പം ദേഹത്തും പുരട്ടണം. അത് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്നാ ചെയ്യണേ, എൻ്റെ ദൈവങ്ങളെ ഞാൻ എങ്ങനെയാണ് ഒന്ന് പ്രീതിപ്പെടുത്തേണ്ടത് എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് അപ്പം ഇവിടെ ഇങ്ങനെ ഇവർ ഈ ശിവനെ പൂജിച്ചൊക്കെ തുടങ്ങിയപ്പോഴേ ഈ വേടനും വേടത്തെയും കൂടെ ഈ പാറയുടെ അതായത് ശിവലിംഗത്തെ വച്ചിരിക്കുന്ന ആ പാറയുടെ അടുത്ത് തന്നെ ഒരു കുടിലും കെട്ടി ഇവരും താമസിച്ചു തുടങ്ങി. അപ്പോൾ ഇവളും ഇതിലൊക്കെ പങ്കുകൊള്ളും. അന്ന് എന്ത് ചെയ്തു, വേഗം ഇവൻ ചെന്നിട്ട് ആ കുടിലിനങ്ങ് തീയിട്ടു. അവനറിയാം വേടത്തി അകത്തുണ്ടെന്ന്. എന്തായാലും തീ വിട്ടു. നിമിഷ നേരം കൊണ്ടെല്ലാം കത്തിച്ചാമ്പലായി. അതിൽ നിന്ന് കുറച്ച് ഭസ്മം എടുത്തുകൊണ്ട് വന്ന് ശിവൻ്റെ നെറ്റിത്തും ദേഹത്തുമൊക്കെ പുരട്ടുമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞു. ഇവൻ പൂജയൊക്കെ കഴിഞ്ഞു. പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസാദം കൊടുക്കാനായിട്ട് എന്നും ഈ വേടത്തിയെ വിളിക്കും. ഓർത്തില്ല ഈ കാര്യമൊന്നും. വേഗം ഇതുപോലെ വേടത്തിയെ വിളിച്ചു. വേടത്തിയെ വിളിച്ചപ്പോഴുണ്ടല്ലോ, വേടത്തി ഇതേ ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നു. അന്നേരം ഇവൻ നോക്കണേ, എങ്ങനെയാണ് വന്നത്? ആ കുടിൽ മുഴുവനും കത്തിക്കരിഞ്ഞ് അവിടെ കിടക്കുകയില്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ കൂടെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഇവളും പോയില്ലേ, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഉടനെ എന്നെ വേടത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, അതേ ആ കുടിൽ കത്തിയല്ലോ,
കുടിൽ കത്തുന്നതേ ഞാൻ കണ്ടു. പിന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞു ഉണർന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ ഈ കുടിൽ ചുട്ട് ചാമ്പലമാക്കി അവിടെ കിടപ്പുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ദേഹത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. എൻ്റെ ദേഹത്ത് തീയൊന്നും കത്തിയോ പിടിച്ചോ തൊട്ടോ ഒന്നുമില്ല, ഒരു പൊള്ളലും എനിക്ക് ഏറ്റില്ല. അങ്ങനെയാണ് ഞാൻ എന്നിട്ട് അവിടെ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അയ്യോ അതെന്നെ അങ്ങനെ പറ്റി എന്ന് ചോദിച്ചു. വേടത്തി പറഞ്ഞു കൊടുത്തേ, അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളിന്ന് ഈ ശിവലിംഗത്തെ പൂജിക്കണില്ലേ, അതുകൊണ്ടായിരിക്കും. ശിവൻ എന്നെ രക്ഷിച്ചതാണ്. അപ്പോഴാണ് നമ്മുടെ വേടനും തോന്നിയത്, അയ്യോ ഇതിങ്ങനെ തന്നെയായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഒന്നും അറിയാൻ മേലാത്ത, ഒരു വിദ്യാഭ്യാസമില്ലാത്ത, ഒന്നും അറിയാൻ മേലാത്ത ഞങ്ങൾ തോന്നിയ വിധത്തിൽ ഭഗവാനെ പൂജിക്കുമായത്. എന്നിട്ടും എനിക്കിത്രയും നല്ല ഒരു ജീവിതം കിട്ടിയല്ലോ, എൻ്റെ വേടത്തിയുടെ ജീവൻ ഇങ്ങനെ ഭഗവാൻ രക്ഷിച്ചല്ലോ എന്നോർത്ത് രണ്ടുപേരും ആ ഭഗവാനെ താണു തൊഴുത് ഇങ്ങനെ ഇരുന്നു. അപ്പം ഭഗവാന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ഭഗവാനെ ഏത് വിധത്തിൽ പൂജിച്ചാലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ട് എപ്പോഴും നമ്മളുടെ പരമ്പൊരുൾ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.